നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് ലിറ്റററി ആൻഡ് അതർ സോഴ്സസ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ ആർക്കിയോളജിക്കൽ സോഴ്സസിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ ലിറ്റററി സോഴ്സസ്, സാഹിത്യ ഉപദാനങ്ങളെ കുറിച്ചാണ് പരിശോധിക്കുന്നത്. അപ്പോൾ തെക്കേ ഇന്ത്യ അതായത് തെക്കേ ഇന്ത്യ എന്ന് നമ്മൾ ബ്രോഡ്ലി തെക്കേ ഇന്ത്യ എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, അതുപോലെ ഇത്രയും ഈ ഒരു ഭാഗങ്ങൾ, തെലങ്കാനയുടെ ഭാഗം, സദേൺ പോർഷൻ, ഇതൊക്കെ ഉൾപ്പെടുന്ന ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൗത്ത് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോ തെക്കേ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാഹിത്യ സ്രോതസ്സുകൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സാഹിത്യ സ്രോതസ്സുകൾ അപ്പൊ ഇത് നമുക്ക് രാഷ്ട്രീയ, സാമൂഹിക, മത, സാമ്പത്തിക, സാംസ്കാരിക ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ഇത്തരം സാഹിത്യ സ്രോതസ്സുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ സാഹിത്യ തെളിവുകളും അതുപോലെ നേരത്തെ പറഞ്ഞ പുരാവസ്തു തെളിവുകളും എല്ലാം കൂടെ വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങളെ സമഗ്രമായിട്ട് ക്രോഡീകരിക്കാനായിട്ട് സാധിക്കും. ഇനി ഇത്തരം സാഹിത്യകൃതികളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് സംഘകാലത്തെ സാഹിത്യകൃതികൾ തന്നെയാണ്. സംഘ സാഹിത്യം, അതായത് ക്രിസ്തുവിന് മുൻപ് 3-ാം നൂറ്റാണ്ട് മുതൽ ക്രിസ്തു വർഷം 3-ാം നൂറ്റാണ്ട് വരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം, അല്ലെ? BC 3 മുതൽ CE 3 വരെയുള്ള നൂറ്റാണ്ട്. ഇതാണ് ബ്രോഡ്ലി നമ്മൾ പറയുന്ന സംഘകാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട കുറെ കൃതികൾ, 8 തുകൈ, 10 പാട്ട് തുടങ്ങിയ കുറെ അധികം കൃതികളുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളുടെ കാലം. ഈ ചേരന്മാരെയും ചോളന്മാരെയും പാണ്ഡ്യന്മാരെയും നമ്മൾ കളക്റ്റീവായിട്ട് മൂവേന്തന്മാർ അല്ലെങ്കിൽ മൂവരശന്മാർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ ഈ രാജവംശങ്ങളെ കുറിച്ചുള്ള പരാമർശങ്ങൾ ലഭിക്കുന്നതാണ് ഈ ഒരു സംഘകാല കൃതികൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് സംഘകാല കൃതികളിലെ രാഷ്ട്രീയ ചരിത്രങ്ങൾ, യുദ്ധങ്ങൾ, സാമൂഹിക ഘടന തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് ഈ തമിഴ് കൃതികളെ അകം കൃതികൾ, പുറം കൃതികൾ എന്നിങ്ങനെ രണ്ടായിട്ട് പറയാറുണ്ട്. അതായത് ഈ അകം കൃതി എന്ന് പറയുന്നത് അവിടെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രണയം, കുടുംബജീവിതം, ലൈംഗിക ജീവിതം തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ അകം കൃതികളിൽ പരാമർശമുള്ളത്. എന്നാൽ പുറം കൃതികളിലെ യുദ്ധം, രാജ്യഭരണം തുടങ്ങിയ കുറച്ചുകൂടി ഒരു ഔപചാരിക സ്വഭാവം ഒക്കെയുള്ള കാര്യങ്ങളാണ് പുറം കൃതികളിൽ പറയുന്നത്. ഇനി അന്നുണ്ടായിട്ടുള്ള 2 പ്രധാനപ്പെട്ട മഹാകാവ്യങ്ങള്, തമിഴ് എപ്പിക്കുകൾ 2 ഉണ്ട്. അത് നമ്മളൊന്ന് ഓർത്തു വെക്കണം. ശിലപ്പതികാരം, മണിമേഖല തുടങ്ങിയ ഇത് 2മാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ടത്. ഇനിയും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഈ 2 ശിലപ്പതികാരവും അതുപോലെ മണിമേഖലയും പഠിച്ചു വെക്കുക. ശിലപ്പതികാരം ഇളങ്കോടികളാണ് ചിലപ്പതികാരം രചിച്ചത്. മണിമേഖല സാത്തനാരാണ് മണിമേഖല രചിച്ചത്. ഇനി ഈ ഒരു സംഘകാലത്തെ കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതില് നമുക്ക് ഒരുപാട് കവയത്രികളെ കാണാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ വനിതകൾക്കും ഈ സംഘത്തിൽ പ്രവേശനം ഉണ്ടായിരുന്നു. അന്നത്തെ സാമൂഹിക ഘടനയെ കുറിച്ചൊക്കെ നമുക്ക് വളരെ പുരോഗമനാത്മകമായിട്ടുള്ള ഒരു സാമൂഹിക ഘടന നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഇനി ഭക്തി പ്രസ്ഥാനത്തിന്റെ ഒരു സ്വാധീനം ഈ ഒരു കാലഘട്ടത്തിൽ ആൾവാന്മാരും നായനാർമാരും, ശൈവ വൈഷ്ണവ ഭക്തികള്, അതുപോലെ തേവാര കൃതികള്, ദിവ്യപ്രബന്ധം, 4000 ദിവ്യപ്രബന്ധം എന്ന കൃതികളൊക്കെ നമുക്ക് ആൾവാന്മാരുടെ രചനയാണ്. ഇതെല്ലാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ട് ഭക്തി പ്രസ്ഥാനത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സംഘം കാലഘട്ടത്തിലെ സംഘകൃതികളില് അകനാനൂറ്, പുറനാനൂറ്, 10-10, 8 തുകൈ, നാറ്റിനൈ തുടങ്ങിയ കൃതികളുണ്ട്. അപ്പൊ ഈ അതുപോലെ തന്നെ ഇന്നത്തെ ഒരു ഗ്രാമർ വർക്ക് ഉണ്ടായിരുന്നു, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രാമർ വർക്ക്. അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ മേഖലകളിലും വരുന്ന പ്രത്യേകമായിട്ടുള്ള കൃതികള് നമുക്ക് ഈ സംഘകാലഘട്ടത്തിൻ്റെതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് സംസ്കൃത സാഹിത്യം, സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായ പ്രധാന സംസ്കൃത സാഹിത്യങ്ങളാണ്. അത് രാജതരംഗിണി. തെക്കേ ഇന്ത്യയിലല്ല ഈ രാജതരംഗിണി ഉണ്ടാകുന്നത്. കൽഹണനാണ് രാജതരംഗിണി രചിക്കുന്നത്. കൽഹണൻ ഹർഷവർദ്ധനന്റെ കൊട്ടാരം സദസ്യനായിരുന്നു കൽഹണൻ. അപ്പൊ ഇദ്ദേഹം ഹർഷൻ നമുക്കറിയാവുന്നത് പോലെ വടക്കേ ഇന്ത്യയിൽ തന്നെയാണ്. പക്ഷെ എങ്കിലും തെക്കേ ഇന്ത്യയുമായി ബന്ധമുള്ള ഒരു കൃതിയാണ് രാജതരംഗിണി.
ഇനി ദക്ഷിണേന്ത്യൻ രാജാക്കന്മാരുടെ വംശപരമ്പരകളെ കുറിച്ചൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വിവരം ഒരു ജീനിയോളജി നമുക്ക് കിട്ടുന്നത് ഒരു കൃതിയാണ് ഈ പറയുന്ന രാജതരംഗിണി. ഇനി നമുക്ക് കേരളവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഒരു സംസ്കൃത കൃതിയാണ് അതുലന്റെ കൃതി മൂഷക വംശകാവ്യം എന്ന് പറയുന്ന കൃതി. ഏഴിമല രാജവംശത്തെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന കൃതിയാണ് ഇത്. ഇനി മലയാളം, കന്നഡ, തെലുങ്ക് സാഹിത്യത്തിന് അതുപോലെ ഒക്കെ ആയിട്ട് രാമചരിതം ഒരു ആദ്യകാല മലയാള കൃതിയാണ് രാമചരിതം. മണിപ്രവാള സാഹിത്യം, കന്നഡത്തിലെ പമ്പാരണ്ണ, പൊന്ന ചാലൂക്യ കാലഘട്ടത്തിലെ വർക്കുകള്, ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സൗത്ത് ഇന്ത്യയുടെ ആ ഒരു ആൻഷ്യന്റ് പീരീഡിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന സാഹിത്യ ഉപദാനങ്ങളാണ് അഥവാ സാഹിത്യ സോഴ്സുകളാണ്. ഇനി വിദേശ യാത്രികരുടെ, അതായത് ഫോറിൻ അക്കൗണ്ട്സ്, ട്രാവലേഴ്സിന്റെ ഫോറിൻ അക്കൗണ്ട്സ് നമുക്ക് കാലഘട്ടത്തെ കുറിച്ച് വിവരങ്ങൾ നൽകുന്നുണ്ട്. മാർക്കോ പോളോ, ഇബ്നു ബത്തൂത്ത, ഇവരുടെയൊക്കെ കൃതികൾ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ആ കാലഘട്ടത്തിലെ നഗരജീവിതത്തെ കുറിച്ച്, വ്യാപാര ബന്ധങ്ങളെ കുറിച്ച്, സാമൂഹിക രാഷ്ട്രീയ ജീവിതത്തെ കുറിച്ച്, മതപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ നമുക്ക് ഈ സംഘ സാഹിത്യത്തിൽ നിന്ന്, അതുപോലെ ഭക്തി സാഹിത്യങ്ങളിൽ നിന്നൊക്കെ തന്നെ, അതുപോലെ പ്രാദേശിക ഭാഷയുടെ വികാസത്തെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അവൈലബിൾ ആണ്. ഇനി കന്നഡ, തെലുങ്ക്, മലയാളം ലിറ്റററി സോഴ്സുകൾ നമ്മൾ ഇതുവരെ പറഞ്ഞ കൃതികൾ തന്നെയാണ്, എങ്കിലും നമുക്കതൊന്ന് സ്പെസിഫിക് ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. തെക്കേ ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ പ്രാദേശിക ഭാഷാ സാഹിത്യവും വിദേശ യാത്രികരുടെ രേഖകളും ഒക്കെ ഒരുപോലെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി കന്നഡ സാഹിത്യ സ്രോതസ്സില് പ്രധാനപ്പെട്ട കൃതികളും എഴുത്തുകാരും ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു കാലഘട്ടത്തില് ചാലൂക്യ രാഷ്ട്രകൂട ഭരണകാലത്തെ വിവരങ്ങൾ ലഭിക്കുന്ന ജൈനമതത്തിന്റെ സ്വാധീനമൊക്കെ വിവരങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തില് വന്നിട്ടുള്ള സാഹിത്യ കൃതികളിൽ നിന്ന് ലഭിക്കും. അവിടെ പമ്പ, റന്ന, പൊന്നൻ എന്ന് പറയുന്ന 3 സോഴ്സുകളാണുള്ളത്. അതില് പമ്പ ആദിപുരാണവും റെണ്ണ ഗദായുദ്ധ പുരാണവും ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ചാലൂക്യ രാഷ്ട്രകൂട ഭരണകാലഘട്ടത്തെ കുറിച്ചാണ് ഇതിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുക. തെലുങ്ക് സാഹിത്യമാണ്. തെലുങ്കില് ആന്ധ്ര മഹാഭാരതം, നന്നയ്യ എന്ന് പറയുന്ന വ്യക്തിയുടെ ആന്ധ്ര മഹാഭാരതം, അതുപോലെ കാകതീയ വിജയനഗര കാലഘട്ടത്തെ കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ നൽകുന്ന കൃതികളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇനി അന്നത്തെ പ്രധാനപ്പെട്ട വചന സാഹിത്യം, തെലുങ്കില് എടുത്തു പറയാവുന്ന ഒന്നാണ് വചന സാഹിത്യം എന്ന് പറയുന്നത്. വചന സാഹിത്യം ഭക്തി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് വചന സാഹിത്യം. ഇനി മലയാളത്തിലാണെങ്കിലും രാമചരിതവും ഉണ്ണുനീലി സന്ദേശം, സന്ദേശകാവ്യങ്ങൾ, കുറെ സന്ദേശകാവ്യങ്ങൾ വരുന്നുണ്ട്. ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ഭോഗ സന്ദേശം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൃതികൾ വരുന്നുണ്ട് ആ ഒരു വിഭാഗത്തില്. മണിപ്രവാള സാഹിത്യത്തില്, മണിപ്രവാള സാഹിത്യം എന്ന് പറയുമ്പോൾ മലയാള ഭാഷയുടെ ഒരു പ്രത്യേക ദശ, അതായത് അതിന്റെ വികാസത്തിന്റെ പരിണാമത്തിന്റെ ഒരു പ്രത്യേക ദശയ്ക്കാണ് നമ്മൾ മണിപ്രവാള കാലം എന്ന് പറയുന്നത്. അതായത് സംസ്കൃതവും തമിഴും കൂടി കലർന്നിട്ടുള്ള ഒരു ഭാഷയാണ് ഇത്. ഈ മലയാള ഭാഷയുടെ ഒരു ശരിയായ രീതിയിൽ മലയാള ഭാഷ രൂപപ്പെട്ടു വരുന്നേ ഉള്ളൂ. ആ ഒരു കാലഘട്ടത്തിലാണ് മണിപ്രവാള സാഹിത്യങ്ങൾ വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവിടെ കുറെ അധികം സാഹിത്യ കൃതികളെ നിങ്ങൾ എടുത്ത് നോട്ട് ചെയ്ത് തന്നെ അത് പഠിച്ചു വെക്കുക. താങ്ക് യു.